ക്യൂലെക്സ് എന്ന കൊതുകു പരത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. പക്ഷികളിലും ഈ രോഗബാധ കാണാറുണ്ട്. ഈ രോഗബാധ മനുഷ്യരിൽ മാരകമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി 2011 രോഗം സ്ഥിരീകരിച്ചത്. 2019 മലപ്പുറത്ത് 6 വയസ്സുകാരൻ വെസ്റ്റ് നൈൽ ബാധിച്ച് മരണപ്പെട്ടിരുന്നു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പൊതുവെ ഈ രോഗം പടരാറില്ല. എന്നാൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ഈ കൊതുക് കടിക്കുന്നതുമാണ്. കടുത്ത തലവേദന, പനി, കഴുത്തുവേദന, തലകറക്കം, ഓർമ്മ നഷ്ടപ്പെടുക എന്നിവയെല്ലാം വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങളാണ്. എല്ലാ പ്രായക്കാർക്കും ഈ രോഗം പിടിപെടാം. ചിലർക്ക് ഛർദിലും ഉണ്ടാകാറുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം ചിലർക്ക് ബോധക്ഷയവും മരണവും വരെ സംഭവിക്കാറുണ്ട്. ജപ്പാൻ ജ്വരത്തെ അപേക്ഷിച്ച് മരണസംഖ്യ വളരെ കുറവാണ്. കൊതുകുകളിൽ നിന്ന് രോഗം പടരുന്നത് കൊണ്ട് തന്നെ രോഗം വരാതിരിക്കാൻ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. രോഗത്തിന് പ്രത്യേകിച്ച് വാക്സിനോ കൃത്യമായ ചികിത്സയോ ഇല്ല. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ കൊതുകിന്റെ വ്യാപനം കുറയ്ക്കാം. പൊതുവെ ചെളിവെള്ളത്തിലാണ് വെസ്റ്റ് നൈൽ പരത്തുന്ന കൊതുകുകൾ വളരുന്നത്. രാത്രി കടിക്കുന്ന കൊതുകുകളാണ് പൊതുവെ ഈ രോഗം പടർത്തുന്നതും. കൊതുകുവലകൾ ഉപയോഗിക്കുക, കൊതുകു നശീകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നതൊക്കെ ഫലപ്രദമായ മാർഗങ്ങളാണ്. വെസ്റ്റ് നൈൽ പനിക്ക് പ്രത്യേക വാക്സിനുകളോ ആന്റിവൈറസ് ചികിത്സകളോ ഇല്ല. രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകാറുള്ളത്. 2-3 ആഴ്ച കൊണ്ട് രോഗം പൂർണ്ണമായും ഭേദമാകും. എന്നാൽ രോഗം മൂലം ശരീരത്തിനുണ്ടായ ക്ഷീണം മാറാൻ മാസങ്ങൾ വേണ്ടി വന്നേക്കാം. കൊതുക് വഴി പകരുന്നതിനാൽ കൊതുകിന്റെ ഉറവിട നശീകരണമാണ് പ്രതിരോധ മാർഗത്തിൽ പ്രധാനം. മലിനജലം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം ഓടകൾ, സെപ്റ്റിക് ടാങ്ക്, ബെൻഡ് പൈപ്പ് എന്നിവയുടെ ചോർച്ചകൾ ഇല്ലാതാക്കുക. സംസ്ഥാനത്ത് 2 ജില്ലകളിലായി വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരുമാണ്. ഏത് പ്രായത്തിലുള്ളവരിലും വൈറസ് ഉണ്ടായേക്കാം. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവർ, ഡയബറ്റിസ്, ക്യാൻസർ, രക്തസമ്മർദ്ദം, കിഡ്നി രോഗബാധിതർ തുടങ്ങി പ്രതിരോധം കുറഞ്ഞ ആർക്കും വൈറസ് ബാധ ഗുരുതരമാകാൻ സാധ്യതയുമുണ്ട്. മസ്തിഷ്ക വീക്കം, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ ഉള്ളവരിൽ രോഗം മൂർച്ഛിക്കാം. ഇത് മരണത്തിലേക്ക് വരെ നയിച്ചേക്കും. എന്നാൽ കണക്കുകൾ പ്രകാരം വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള മരണനിരക്ക് വളരെ കുറവാണ്. സംശയാസ്പദമായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. പരിഭ്രാന്തിപ്പെടാതെ പ്രതിരോധം തീർത്താൽ ഈ രോഗത്തെയും നമുക്ക് അതിജീവിക്കാം.